എല്ലാവർക്കും നമസ്കാരം. ശിവ ബ്ലെസ്സിങ്സ് ടാരോ റീഡിങ്ങിൻ്റെ മറ്റൊരു റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2 ദിവസമായിട്ട് വീഡിയോസ് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഒരു യാത്രയിലായിരുന്നു. അപ്പം ഇന്നൊരു നല്ല ദിവസമാണ്, റീഡിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. 2 ദിവസം എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിച്ചു എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം. അതിന് മുന്നേ ഡിക്ലെമർ പറയുകയാണ്, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആയിട്ടുള്ള റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴും ഇത് കാണുന്നോ അപ്പോൾ തൊട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ് നോക്കാം. അപ്പോൾ നമുക്ക് ബോട്ടം വന്നിരിക്കുന്നത് 2 ഓഫ് കപ്പാണ്. 2 ഓഫ് കപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഒത്തുചേരൽ അല്ലെങ്കിൽ ഒരു സന്തോഷം, അതിൻ്റെ ഒരു എനർജിയാണ് കേട്ടോ. അപ്പോൾ ഒരു ഓവറോൾ എനർജി അതാണ് വന്നിരിക്കുന്നത്. പക്ഷെ ബാക്കിയുള്ള കാർഡുകളിലൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയായാലും നിങ്ങൾക്കൊരു വിജയത്തിൻ്റെ ആഘോഷം, വിജയത്തിൻ്റെ ഒരു ഒരു നിമിഷം അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തായാലും ഉണ്ടാവും എന്നുള്ളത് 6 ഓഫ് വാണ്ട്സ് പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്, എല്ലാം ഒരു ധൃതി കൂടുതലാണ്, അല്ലെങ്കിൽ പെട്ടെന്നുള്ള ധൃതിയിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ ശരിയാവണം, അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അത് എൻഡ് ആവുന്നുണ്ടെന്നാണ് ഡെത്ത് കാർഡ് കാണിക്കുന്നത് കേട്ടോ. ഒരു ചാപ്റ്റർ എൻഡായിട്ട് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ എൻഡായിട്ട് പുതിയൊരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെച്ചു അല്ലെങ്കിൽ ചുവട് വയ്ക്കാൻ പോകുന്നു എന്നുള്ളൊരു കാർഡ് ആണ് ഡെത്ത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, പക്ഷെ നിങ്ങൾ ഒരുപാട് കൺഫ്യൂഷൻസ്, പേടി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്കുണ്ട്. അപ്പം ആ കൺഫ്യൂഷൻസും കാര്യങ്ങളും എല്ലാം മാറ്റി വെച്ച് നിങ്ങൾ സ്വന്തം ഉള്ളിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെർമിറ്റ് പറയുന്നത് അല്ലേ, സ്വന്തം ഉള്ളിലേക്ക് നോക്കുന്നു, പിന്നെ നിങ്ങൾ ഒരുപാട് ചിന്തിച്ച് കൂട്ടുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം അതെല്ലാം മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് എന്തായാലും നല്ലത് വരും എന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. അതാണ് എല്ലാം ബാലൻസിൽ കൊണ്ടുപോകുക എന്നുള്ള കാര്യമാണ്. പക്ഷെ ഒന്നിനും തിടുക്കം വേണ്ട, ഒരു സമയമുള്ളപ്പോൾ അത് നടക്കും. സമയം നിങ്ങൾക്ക് ആപ്റ്റ് ആണെങ്കിൽ അത് നടക്കും എന്നുള്ള കാര്യം ഷുവറാണ് കേട്ടോ. അതാണ് ഇവിടെ പറയുന്നത്. അപ്പം നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയാലും ഒരുപാട് ആശയക്കുഴപ്പത്തിലേക്ക് പോവാത്ത രീതിയിൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പേടിയും ഭയവും സങ്കടവും അതുപോലെ തന്നെ ഏത് വഴി തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിൽ നിങ്ങൾ ഇൻറ്റ്യൂഷൻസിനെ വിശ്വസിക്കുക എന്നുള്ള കാര്യം ഇവിടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രത അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഭദ്രത നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ള കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് കേട്ടോ. അതെന്തായാലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും, നിങ്ങൾക്കൊരു ആഘോഷം വരും, നിങ്ങൾക്കൊരു സക്സസ് വരും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ ധൃതി കൂട്ടുമോ അല്ലെങ്കിൽ ഓടിപ്പിടിച്ച് ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ തെറ്റായ വഴിയിലേക്ക് പോകുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. നമ്മൾ വിശകലനം ചെയ്യാം, പക്ഷെ ഒരുപാട് സമയമെടുത്ത് അതിനുള്ളൊരു സമയം നിങ്ങൾ കൊടുക്കുക. എല്ലാം ഒരു ധൃതി കൂട്ടി ചെയ്യുന്നത് നിർത്തുക. പിന്നെ എല്ലാം നമ്മുടെ അന്തരാത്മാവിനോട് ചോദിക്കുക, പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം ചില കമൻസൊക്കെ കാണാറുണ്ട്, പ്രാർത്ഥിച്ചിട്ട് ഫലമില്ല എന്നല്ല, പ്രാർത്ഥിക്കുന്നുണ്ട്, എപ്പോഴും പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം പ്രാർത്ഥിക്കണം, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചു എന്നൊരു കുറ്റം പറയുന്നത് ശരിയല്ല. അതായത് ഞാൻ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഒന്നും നേടാനാവുന്നില്ല എന്നുള്ളൊരു രീതിയിൽ നമ്മളത് പറയരുത് കേട്ടോ. നമ്മളെപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ള രീതിയിൽ തന്നെ പറയാവുള്ളൂ. കാരണം നമ്മൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക എന്നുള്ളതാണ് ദൈവത്തിന് വേണ്ടത്. എത്ര സങ്കടങ്ങൾ വന്നാലും അത് ദൈവത്തിൻ്റെ പരീക്ഷണമാണ്, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ നമ്മുടെ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ആ മാറ്റം നമ്മൾ എത്തിയാൽ മാത്രമാണ്, ആ മാറ്റത്തിലേക്ക് നമ്മൾ എത്തിയാൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഈ കാർഡിലൊക്കെ പറയുന്ന പോലെ നല്ലത് സംഭവിക്കുള്ളൂ. ആ ഡെത്ത് കാർഡ് അവിടെ സംഭവിച്ച് ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാവാം, നിങ്ങൾക്ക് ഒത്തുചേരലിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ എനർജി ഇവിടെ വരുന്നുണ്ട്. പക്ഷെ ഒന്നും ധൃതിയിൽ ചെയ്യരുത്, അത് തന്നെയാണ് അല്ലേ. അപ്പം നമ്മുടെ ഇൻറ്റ്യൂഷൻസിന് നോക്കുക, നമ്മൾ പ്രാർത്ഥിക്കുക,
ആം, എത്ര പ്രാർത്ഥിച്ചാലും അത് നമ്മൾ ദൈവത്തിനോടല്ലേ പ്രാർത്ഥിക്കുന്നത്, വേറൊരാളോടല്ലല്ലോ. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന്, അതായത് മനുഷ്യരിൽ നിന്ന് നമ്മൾ നമ്മുടെ വിഷമങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം എത്ര അടുപ്പമുള്ള ആൾക്കാരാണ്, നമ്മൾ ഓടി പോയി ഒരു വിഷമം പറയുമ്പോഴത്തേക്കും അവരത് കേൾക്കും. അവർ കേട്ടിട്ട് നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മളോട് പറയും സാരമില്ല, ഓക്കെ ആവും എന്ന് പറയും. ചിലവരാണെങ്കിൽ അത് കേട്ടിട്ട് നമ്മളെ കുറ്റപ്പെടുത്തുമായിരിക്കാം. പക്ഷേ അതിലൊരു കാര്യമുണ്ട് അല്ലേ, മനുഷ്യരെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അതാണ് പ്രതീക്ഷിക്കുന്നത്, ഒന്നെങ്കിൽ അവരുടെ അടുത്തുള്ള റെസ്പോൺസാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ദൈവത്തോട് നമ്മൾ എന്താ കാണിക്കേണ്ടത്? അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹമാണ്. അത് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക, സ്നേഹത്തോടെ സംസാരിക്കുക. ദൈവം എനിക്കിങ്ങനെ സംഭവിച്ചു, പക്ഷെ അവിടെ നിന്നുള്ള ഉത്തരം പല രീതിയിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അത് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും അല്ലേ, പല കാര്യങ്ങളിലും നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട്. അപ്പം അത് അങ്ങനെ തന്നെ എടുക്കുക. ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രാർത്ഥനയുടെ ഫലങ്ങളെല്ലാം ഉണ്ടാവും കേട്ടോ. പക്ഷെ അതിനനുസരിച്ച് നമ്മൾ മനസ്സ് മാറ്റുക, കഠിനാധ്വാനം ചെയ്യുക, അതാണ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ മെസ്സേജ്. എല്ലാവർക്കും റെസണേറ്റ് ആയി എന്ന് വിചാരിക്കുന്നു. നല്ലൊരു റീഡിങ്ങുമായിട്ട് നാളെ കാണാം. താങ്ക് യു.